ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ, നമ്മളെ പാവപ്പെട്ട കുട്ടികളെ എന്തൊക്കെ പ്രതീക്ഷയോട് കൂടിയാണ് രക്ഷിതാക്കൾ കുട്ടികളെ കലാലയങ്ങളിലേക്ക് അയക്കുന്നത്. കുട്ടികൾക്ക് അവരുടെ ഇഷ്ടമുള്ള പാർട്ടിയിൽ നിൽക്കാലോ, ഇഷ്ടമുള്ള സ്ഥാനാർത്ഥികൾ വോട്ട് ചെയ്യാലോ, അതിന് അവരെ കൊലപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ കൊല ചെയ്യൽ ജനാധിപത്യമാണോ? നമ്മൾ കേന്ദ്ര ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്താറുണ്ട്. മോദിയുടെ ജനാധിപത്യ ധ്വംസനം എന്നൊക്കെ പറഞ്ഞ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പാർട്ടിക്കാരും രംഗത്ത് വരാറുണ്ട്. ഇവിടെ നടക്കുന്നതോ മോദിയേക്കാൾ വലിയ ജനാധിപത്യ ധ്വംസനവും അഭിപ്രായ സ്വാതന്ത്ര്യമല്ലേ ഇവിടെ നടക്കുന്നത്. അതും കലാലയങ്ങളിൽ പോലും. ആ കുട്ടികളെ അവരെ പാർട്ടിനെ വിട്ടൂടെ? ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ തമാശയല്ലേ അത്? ഒരു ക്യാമ്പസിലും SFIക്കാരും ഒരാളെ ആക്രമിച്ചിട്ടില്ല. ഏത് ക്യാമ്പസിലാണ് SFIയുടെ ആക്രമണം നടക്കാത്തത്? കേരളത്തിൽ ഏത് ക്യാമ്പസിലാണ് നടക്കാത്തത്? ഒറ്റപ്പെട്ട് നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. എവിടെയൊക്കെയാണ് നടക്കുന്നു? SFIയുടെ പ്രധാന ഭാരവാഹികൾ, മാർക്സിസ്റ്റ് പാർട്ടിയുടെയും DYFIയുടെയും നേതാക്കളുടെ മക്കൾ ഒക്കെയാണ് നേതൃത്വം നൽകുന്നത്. അവരാണ് അക്രമകാരികൾ. ഇതിനെതിരെ പോലീസ് പരാതി കൊടുത്ത പോലീസിന് അനങ്ങാപ്പാറ പട്ടാമ്പിയിലടക്കം നമ്മളത് കണ്ടതല്ലേ. അപ്പോൾ കൊല്ലുന്ന രാജാവിന് തിന്നുന്ന മന്ത്രി എന്ന് പറഞ്ഞ പോലെ ഈ കേരളത്തെ ഇങ്ങനെ അക്രമാസക്തമായ ഒരു സമൂഹമാക്കി മാറ്റാൻ ഗവൺമെൻറ് സ്പോൺസേഡ് പദ്ധതികൾ നടക്കുന്നു. കലാലയങ്ങളിൽ നേരിട്ട തിരിച്ചടിക്കെതിരെ വിദ്യാർത്ഥികളോട് പ്രതികാരം ചെയ്യുകയാണ്. സായുധമായി ആയുധം ഉപയോഗിച്ച് കുട്ടികളെ അടിച്ച് കൊല്ലുകയാണ്. കുട്ടികൾ കലാലയങ്ങളിൽ പോകാൻ മടിക്കുകയാണ്. നമ്മുടെ കലാലയ അന്തരീക്ഷം തകർക്കുകയാണ് ഇവർ ചെയ്യുന്നത്. ഇതിനെതിരെ കേരളീയ മനസാക്ഷി ഉണരുന്നുണ്ട്. തിരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഈ വയനാട് വിഷയം ഇത്തരത്തിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുമ്പോഴാണ് പട്ടാമ്പിയിൽ പലതരത്തിലുള്ള സംഭവങ്ങൾ നടന്നതെന്ന് പറയുന്നത്. എന്താണ് പട്ടാമ്പിയിൽ യഥാർത്ഥത്തിൽ നടന്നത്? പട്ടാമ്പിയിൽ ഇവർ പരാജയമേറ്റതിന് ശേഷം നിരന്തരമായി അക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയല്ലേ കോളേജിൽ. നിരന്തരമായി അവരെ പരാജയപ്പെടുത്തിയ കുട്ടികളോട് പ്രതികാരം ചെയ്യുകയാണ്. നിരന്തരമായി പോലീസിൽ എത്ര ദിവസമായി പരാതി കൊടുത്തിട്ട് ഒരു സുരക്ഷ കൊടുക്കുന്നുണ്ടോ? അതില്ലാതാക്കാൻ വല്ല ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ? ഇതൊന്നുമില്ലാതെ ഇത് തുടരൂലേ? ഇവിടെ സമാധാനം ഉണ്ടാക്കേണ്ട ഉത്തരവാദിത്വം ആർക്ക്? ആ പോലീസിനല്ലേ. ആ പോലീസിനെ പാർട്ടിക്ക് കീഴിലാക്കിയാൽ, അക്രമകാരികൾക്ക് കൂട്ടുനിൽക്കാൻ ഏൽപ്പിച്ചാൽ സമാധാനം ഉണ്ടാവുമോ? ഇനി ജനങ്ങൾ ഇത് ഏറ്റെടുക്കേണ്ടി വരും എന്നുള്ളിടത്തേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ഈ രക്ഷിതാക്കളൊക്കെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പ്രവർത്തകരല്ലാത്ത രക്ഷിതാക്കളുടെ മക്കളെപ്പോലും SFIക്കാരനായില്ല, SFIക്ക് വോട്ട് ചെയ്തില്ല, SFIയോടൊപ്പം നിന്നില്ല എന്നുള്ളത് കൊണ്ട് അവന് ജീവിക്കാനുള്ള അർഹത നിഷേധിക്കുകയാണ്. ഇത് കാട്ടാളത്തല്ലേ? അതാണ് നമ്മൾ പറയുന്നുള്ളൂ. ജനങ്ങളത് മനസ്സിലാക്കും.